ചിന്തിച്ചതിലും നനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ഈ ദൈവം നല്ല ദൈവം, ഈ ദൈവം എൻ സഹായം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ഒരു കണ്ണീരും ദയ തോന്നാതെ വഴിയരികിൽ ഞാൻ കിടന്ന നേരം, കണ്ടും കാണാതെയും നടന്നകന്നു പലവുരുവായി സോദരങ്ങളും. ഒരു കണ്ണറിയാതെ, ഒരു ചെവി കേൾക്കാതെ, ഒരു ഹൃദയമറിയാതെ യേശു വന്നു. ഒരു കണ്ണറിയാതെ, ഒരു ചെവി കേൾക്കാതെ, ഒരു ഹൃദയമറിയാതെ യേശു വന്നു. അവൻ എന്നെ കോരിയെടുത്തു, അവൻ എന്നെ മാറോടണച്ചു. ചോദിച്ചതിലും നനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം നാളുകളായി ചിന്തിച്ചു വരുന്ന വിഷയമാണല്ലോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച്. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മനുഷ്യർക്ക് അസാധ്യമാണ് അല്ലേ? നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, കുടുംബ പാരമ്പര്യം കൊണ്ടോ, കുടുംബ പശ്ചാത്തലം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നതല്ല പലതും. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടുകൂടി അറിയിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യും. അങ്ങനെയാണ് തിരുവചനം പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മൾ അത്രയും ചെയ്താൽ മതി. സ്തോത്രത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? വെറുതെ ആവശ്യങ്ങൾ പറഞ്ഞാൽ പോരാ. ഇന്ന് മനുഷ്യർ വിവിധ രീതിയിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ചിലർ പരിഭവത്തോടെ പ്രാർത്ഥിക്കും. കർത്താവേ, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നാൾ യാചിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലല്ലോ, നിങ്ങൾ മറുപടി തരുമായിരിക്കുമോ? അങ്ങനെ ഒരു ദൈവത്തോടുള്ള പരിഭവത്തോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. ചിലർ അവിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച് നോക്കാം, കിട്ടിയാൽ കിട്ടട്ടെ, കർത്താവിൻ്റെ സ്തോത്രം. എന്നാൽ ചിലർ പ്രാർത്ഥിക്കുന്നത് അങ്ങ് പ്രാർത്ഥിക്കും, പക്ഷേ സ്തോത്രത്തോടെയല്ല പ്രാർത്ഥിക്കുന്നത്. എന്താ സ്തോത്രത്തോട് പ്രാർത്ഥിക്കാൻ പറയാൻ കാരണം? ലഭിച്ചതായ നന്മകൾ ഓർത്തുകൊണ്ടും കർത്താവ് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടു എന്ന് വിശ്വസിച്ചു അത് ലഭിച്ചു എന്നുള്ള ഉറപ്പോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സന്തോഷം.
അപ്പോൾ സ്തോത്രം വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ വചനപ്രകാരമാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വചനം പറയുന്നു. ഒരു കാര്യം നാം ചോദിക്കുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞുവെന്ന് നാം ചിന്തിച്ചാൽ നമുക്ക് സന്തോഷം വരും. അങ്ങനെ രണ്ട് സന്തോഷം വേണം. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മെ സഹായിച്ച ദൈവത്തെ ഓർത്ത്, ആ നന്മകൾ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. പുതിയ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ. പുതിയ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞു എന്നും വേണം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇരട്ടി സന്തോഷമാണ്. ആ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും വേണം നാം പ്രാർത്ഥിക്കാൻ. പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കൂ പ്രിയരെ. ഹല്ലേലൂയ. ഞാനെല്ലാം തികഞ്ഞ ഒരാളൊന്നുമല്ല, ഒരിക്കലുമല്ല. എനിക്കത് തോന്നിയിട്ടുമില്ല. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുപാട് പ്രാപിക്കാനുണ്ട്, ഒരുപാട് ശുദ്ധീകരണം പ്രാപിക്കാനുണ്ട്. പക്ഷേ ഞാൻ വളരെ പ്രതീക്ഷയുള്ളവനാണ്, പ്രത്യാശയുള്ളവനാണ്. എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. സ്തോത്രം. എൻ്റെ കർത്താവാണ് എന്നിൽ ഒരു നല്ല വേല ആരംഭിച്ചത്. യേശുവാണ് എന്നെ വിളിച്ചത്. യേശുവാണ് എൻ്റെ വലകരത്തിൽ പിടിച്ചിരിക്കുന്നത്. യേശുവാണ് ഈ നിസ്സാരനായ മനുഷ്യനെ നടത്തിക്കൊണ്ടു പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ കർത്താവ് എന്നെ അന്ത്യത്തോളം എത്തിക്കും. നരയ്ക്കോളം കർത്താവിനെ ചുമക്കും. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു കേട്ടു, സർക്കാർ തരുന്നത് പോലെ, ആഴ്ചയിലൊരിക്കൽ റേഷൻ തരുന്നത് പോലെയോ മാസത്തിലൊരിക്കൽ പെൻഷൻ തരുന്നത് പോലെയോ ഒന്നും അല്ല ദൈവം തരുന്നതെന്ന്. നരയ്ക്കോളം ദൈവം ചുമക്കുമെന്ന്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമെന്ന് ആ ദേവദാസൻ പറഞ്ഞത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. വളരെ മനോഹരമായിരുന്നു. നമ്മുടെ കർത്താവ് തന്നാൽ തന്നതാണ് പ്രിയരെ. പണ്ട് ഈ സുവിശേഷകരെ ജയിലിൽ കൊണ്ടിടും. കുറ്റവാളികളെ മറ്റു കുറ്റവാളികളെ ഇടുന്ന പോലെയല്ല. പല ജയിലുകളിലും മറ്റു കുറ്റവാളികൾക്കെല്ലാം നല്ല സുഭിക്ഷമായ ഭക്ഷണവും അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ചെറിയൊരു ഇൻസെൻറ്റീവ് ഒക്കെ, സാലറി എന്തൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് ജോലി ചെയ്യുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലും അവിടെ തമിഴ്നാട്ടിൽ ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു. കേരളത്തിലും അത് മാറ്റാനുള്ള പ്രയത്നത്തിലാണ്. നോൺ വെജൊക്കെ കട്ട് ചെയ്ത് സാധാ ഫുഡ് ജയിലിലുള്ളവർക്ക് കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതി ജയിലിൽ അടയ്ക്കപ്പെടുന്നവർക്ക് കഠിനമായ പീഡയാണ്. കാരണം അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തത്. എന്താ കുറ്റം? നശിച്ചു പോകുന്നവർക്ക് യേശുവിനെ കാണിച്ചു കൊടുത്തു. ആത്മഹത്യ ചെയ്യാനിരിക്കുന്നവർക്ക് യേശുവിനെ കാണിച്ചു കൊടുത്തു. അവർ ആത്മഹത്യ വേണ്ടെന്ന് വെച്ചു. കഞ്ചാവിന് മദ്യത്തിന് അടിമകളായിരിക്കുന്നവർക്ക് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ കഞ്ചാവും മദ്യപാനവും ഒക്കെ വിട്ടുനിന്ന് സമാധാനമായി ജീവിക്കുന്നു. കുടുംബം തകർന്ന ഡൈവോഴ്സിനിരിക്കുന്നതായ ചില ദമ്പതികൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ഇന്ന് ഒരു മനസ്സായി ജീവിക്കുന്നു. ഇതൊക്കെയാണ് സുവിശേഷം ചെയ്ത കുറ്റം കേട്ടോ. അവരെ ജയിലിലടയ്ക്കാൻ അവർ ചെയ്ത ഭീകരമായ കുറ്റം അതാണ്. കർത്താവിന് ഇതൊക്കെയല്ലേ ഇന്ന് നടക്കുന്നത്. നമ്മുടെ ഭാരതഭൂമിയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ കഷ്ടമെന്നോ അത്ഭുതമെന്നോ നമുക്ക് പറയാനുള്ളൂ. ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസിമാർ അവർ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ മാർഗമുള്ളവരാണ്. വീടും സ്ഥലവുമൊക്കെ ഉള്ളവരാണ് പലരും. പക്ഷേ എല്ലാം വിട്ടിട്ട് പാവപ്പെട്ട ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ജീവൻ്റെ സന്ദേശവും ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ എങ്ങനെ തുറക്കുമെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. മാത്രവുമല്ല, വിദ്യാഭ്യാസ മേഖലകളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ, സാമൂഹിക രംഗങ്ങളിൽ നല്ല പരിഷ്കാരവും സംസ്കാരവും ലഭിക്കുന്നത് എങ്ങനെയെന്ന് അവർ വിദ്യാഭ്യാസം കൊടുത്തും നല്ല ഉപദേശങ്ങൾ കൊടുത്തും നല്ല ട്രെയിനിങ്ങൾ കൊടുത്തും ജനത്തെ ബോധവാന്മാരാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. വലിയ ഭീകരമായ കുറ്റമല്ലേ? അവരെ പിടിച്ച് ജയിലിലിടേണ്ടതുണ്ടല്ലോ. അധികാരികളുടെ കണ്ണൊന്ന് തുറന്നെങ്കിൽ പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അധികാരികളുടെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ കർത്താവേ എന്ന്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെ ജയിലിൽ കിടക്കുന്നവർക്ക് വല്ലപ്പോഴും ഒരു ഫുഡ് കൊടുക്കും അല്ലേ? വിശന്ന് വലഞ്ഞു കഴിയുമ്പോൾ ഒരു നേരം ഫുഡ്, ഒരു 2 ഉണക്ക റൊട്ടി, ഒരു ഇച്ചിരി വെള്ളം. ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കുന്നവരല്ല നമ്മുടെ ദൈവം. നമ്മൾ വലഞ്ഞ് ഞെരുങ്ങി വിഷമിച്ച് കഴിയുമ്പോൾ ഇരിക്കട്ടെ ഇച്ചിരി, അങ്ങനെ പറയുന്നല്ല എൻ്റെ ദൈവം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:19 പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എങ്ങനെ മഹത്വത്തോടെ, വീണ്ടും ഏത് നിലവാരത്തിൽ, ഏത് സ്റ്റാൻഡേർഡിൽ, മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ആരിലൂടെ? ക്രിസ്തുവിലൂടെ എങ്ങനെ പൂർണ്ണമായും തീർത്തു തരും. എന്തൊരു വ്യാപ്തിയാണ് വചനത്തിന്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും
മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിങ്ങൾ ഈ വേദവാക്യം എടുത്തു വെച്ചിട്ട് നിങ്ങളുടേതാക്കണം, നിങ്ങളുടെ സ്വന്തമാക്കണം ഈ വാക്യം. നിങ്ങൾക്ക് ദൈവം തരുന്ന റീമായാക്കണം ഈ വാക്യം. നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തമാക്കണം ഈ വാക്യം. എന്നിട്ട് വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ കൈ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമോ. ഒരു കൈ വേദപുസ്തകത്തിലും ഒരു കൈ നിങ്ങളുടെ ചങ്കിലും വെച്ചിട്ട് നിങ്ങൾ പറയണം, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഇത് റിപ്പീറ്റ് ചെയ്യണം. ഇത് ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കണം. കാണാം, നിങ്ങൾക്ക് ബുദ്ധിക്കതീതമായി, നിങ്ങളുടെ ശക്തിക്കതീതമായി, നിങ്ങൾ ചിന്തിക്കുന്നതിലതീതമായി ജീവനുള്ള ദൈവം നിങ്ങളെ നടത്തും. കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഉറച്ചു പറയുന്നത്, വായിച്ച് പറയുന്നതല്ല കേട്ടോ. അനുഭവങ്ങളുടെ 100,000 അനുഭവങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് എളിയവനായ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഞാനത് പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയം തരളിതമാകും. ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴികൾ, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന വഴികൾ ഓർക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കരഞ്ഞു പോകും. നന്ദിയുടെ കരച്ചിൽ. ഹല്ലേലൂയ. ഈ കർത്താവ് എന്നെ ഇത്രത്തോളം സ്നേഹിപ്പാനും നടത്താനും ഞാൻ എന്തുള്ളൂ എന്നോർക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ കണ്ണുകൾ ഈർന്നണിയും. പോകട്ടെ പ്രിയരെ, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നിങ്ങളാരും നിരാശപ്പെട്ട് കഴിയരുത്, ഭാരപ്പെട്ട് കഴിയരുത്. എൻ്റെ കാര്യം ആര് നോക്കും? എന്നെ സ്നേഹിക്കാൻ ആരുണ്ട്? എൻ്റെ കാര്യമൊന്നും നോക്കാൻ, എനിക്കൊരു ഒത്താശ തരാൻ, എനിക്കൊരു നല്ല വാക്ക് പറഞ്ഞു തരാൻ, എനിക്കൊരു നല്ല ഡയറക്ഷൻ തരാൻ ആരുണ്ട്? പല യൗവനക്കാരായ കുട്ടികൾ ചിന്തിക്കും, എനിക്ക് ഒരു നല്ല വിദ്യാഭ്യാസ ഗൈഡൻസ് തരാൻ, ഒരു എഡ്യൂക്കേഷണൽ ഗൈഡൻസ് തരാൻ ആരുണ്ട്? എനിക്കാരുമില്ല. എനിക്ക് എൻ്റെ കുടുംബത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഹയർ എഡ്യൂക്കേഷനുള്ള ആരുമില്ലല്ലോ. വലിയ സർക്കാർ ജോലിയുള്ളവരാരുമില്ലല്ലോ. പിന്നെ എനിക്ക് എങ്ങനെ ഗൈഡൻസ് കിട്ടും? നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന് കൊടുത്തിട്ട് നിങ്ങൾ മുട്ടുമടക്കി പരിശുദ്ധാത്മാവിനോട് യാചിക്കുക, പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. പരിശുദ്ധാത്മാവാണ് ഏറ്റവും നല്ല ഗൈഡ്. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. മോനെ, നീ ഏതിന് പഠിക്കണം, എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, നീ ചോദിക്കും മോനെ, നിനക്ക് തരും. നീ എന്ത് ബിസിനസ് തുടങ്ങണം, എങ്ങനെ ബിസിനസ് ചെയ്യണം, ചോദിക്കുക. നല്ല കൃപ നിനക്ക് ദൈവം തരും. നിൻ്റെ സ്വന്തം കഴിവിലോ നിൻ്റെ ശക്തിയിലോ ആശ്രയിച്ചാൽ നിനക്ക് എങ്ങും എത്തും കിട്ടുകയില്ല. നീ നിൻ്റെ കഴിവുകളെല്ലാം താഴെ വെച്ചിട്ട്, കർത്താവേ അങ്ങയുടെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങനെ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് കഴിവ് തരും. ദൈവം എന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പാഠം പഠിപ്പിച്ചു. ഞാൻ ബെഡ്റൂമിലിരിക്കുകയായിരുന്നു. അവിടെ ഒരു 2 ഹൗസ് ഫ്ലൈ, സാധാരണ ഈച്ചകൾ, ഞാൻ എൻ്റെ ബെഡ്റൂമിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ മോസ്കിറ്റോ ബാറ്റ്. ഈച്ചയോ കൊതുകോ വന്നാൽ അപ്പം തന്നെ കൊല്ലും. എനിക്ക് ഈച്ച കുറച്ച് അറപ്പാണ്. ഞാൻ 2 ഈച്ച വന്നു, അതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. കുറേ നേരം എടുത്തിട്ടും ഈച്ചയെ കൊല്ലാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഈച്ചയെ കൊല്ലാറുള്ളതാണ്, അല്ലെങ്കിൽ കൊതുകിനെ കൊല്ലാൻ പറ്റാറുള്ളതാണ്. ഇതെന്ത് പറ്റി? ഞാൻ ബാറ്റിൻ്റെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒന്ന് പരിശോധിച്ചു, ഒരു കുഴപ്പമില്ല, അത് വർക്കിംഗാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നോ, ഞാൻ കർത്താവിൽ ആശ്രയിച്ചില്ല, കർത്താവിനോട് പ്രാർത്ഥിച്ചില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു ഈച്ചയെ കൊല്ലാൻ തന്നെ കർത്താവിൻ്റെ കൃപ അല്ലേ? കൃപ വേണം മോനെ. ഞാൻ അപ്പോൾ തന്നെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഈ ഒരു ഹൗസ് ഫ്ലൈനെ കൊല്ലാൻ പോലും കർത്താവേ അവിടുത്തെ കൃപ വേണം. ഞാൻ എളിമപ്പെട്ടു. കൃപയില്ലാതെ ഒന്നും സാധിക്കുകയില്ല അല്ലേ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെന്ന നമ്മുടെ ഭാവം. പക്ഷേ മോനെ, നിനക്കൊരു കൊച്ചു കാര്യം ചെയ്യണമെങ്കിലും നീ പലതിലും സ്കിൽഡായിരിക്കും. പക്ഷേ നീ കൃപയിൽ ആശ്രയിച്ച് നോക്ക്, നിൻ്റെ സ്കില്ല് 10 ഇരട്ടി 100 ഇരട്ടിയാകും. നിൻ്റെ സ്പീഡ് കൂടും, സ്കില്ല് കൂടും, നിൻ്റെ ജോലിഭാരം കുറയും. കൃപയിൽ ആശ്രയിക്കുക. എന്നെ കർത്താവ് ഒരു പാഠം പഠിപ്പിച്ചു. ഞാൻ ഉടനെ പ്രാർത്ഥിച്ചു, എൻ്റെ അപ്പോൾ അവിടുത്തെ കൃപ വേണം. നിങ്ങൾക്കറിയാമോ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ തന്നെ പെട്ടെന്ന് 2 ഹൗസ് ഫ്ലൈനെയും കൊന്നു. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പാഠം പഠിച്ചു. ഇങ്ങനെ കർത്താവ് പാഠം പഠിപ്പിക്കുന്നു. കർത്താവ് ഇങ്ങനെ നമുക്ക് അനുഭവങ്ങൾ തരുന്നു. നിങ്ങൾക്കൊരുപക്ഷെ കൊച്ചു കാര്യമായി തോന്നിക്കാണാം. പ്രിയ സഹോദരിമാരെ, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്നുണ്ടാകാം. ഫുഡിൻ്റെ ബിസിനസ് ചെയ്യുന്ന ദൈവങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിൽ കർത്താവിൻ്റെ കൃപയുടെ ടേസ്റ്റ് വേണം, സ്വർഗത്തിൻ്റെ ടേസ്റ്റ് വരണം. അതിന് ദൈവമുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരില്ലേ, ഞാൻ ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നയാളാണ്. കഴിഞ്ഞ 39 വർഷമായി, 40 വർഷമാകാൻ പോകുന്നു ഞാൻ ജോലി തുടങ്ങിയിട്ട്. പ്രിയപ്പെട്ടവർ, 39 വർഷമായി ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നയാളാണ്.
പക്ഷേ എൻ്റെ 39 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഓരോ ജോലി ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അവിടുത്തെ കൃപയിൽ ശരണപ്പെടാറുണ്ട്. കാരണം എനിക്ക് സ്വന്തമായി കഴിവില്ല. ആരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്? സ്വന്തമായി കഴിവില്ലാത്തവർ. ഈ സ്വന്തമായി കഴിവുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുകയില്ല. 10 വർഷം 30, 40 വർഷം ആയി വണ്ടി ഓടിച്ചിട്ട് ഇനിയിപ്പോൾ എന്തിനാ കൃപ? കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ, ഞാൻ എത്ര കാലമായി വർക്ക് ചെയ്യുന്നു, പിന്നെ എന്തിനാ കൃപ? കർത്താവിന് സ്തോത്രം. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നവർ, കട്ടിങ് ചെയ്യുന്നവർ, ഇങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് എംപ്ലോയ്മെൻറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എല്ലാത്തിനും കൃപ വേണം. ഒരു പ്രസംഗം പറയാൻ കൃപ വേണം, ഒരു ശുശ്രൂഷ ചെയ്യാൻ കൃപ വേണം, എല്ലാത്തിനും കൃപ വേണം. ആ കൃപയിൽ ആശ്രയിക്കണം. കൃപ വേണമപ്പാ, കൃപ വേണം. ഞാൻ എന്താണ് പറഞ്ഞു വന്നത്? നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ലഭിച്ചു കഴിഞ്ഞു എന്നോർത്ത് പ്രാർത്ഥിക്കണം. സന്തോഷത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക. അതാണ് ഇന്നത്തെ വിഷയം. സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഹിസ്കിയ രാജാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ എന്നാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അടുത്ത മെസ്സേജിൽ നമുക്കത് ചിന്തിക്കാം. ഇപ്പോൾ എൻ്റെ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരട്ടെ. നാളുകളായി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവസേനയിൽ നിന്നും മറുപടി കിട്ടട്ടെ. ഇപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി തരട്ടെ എന്നാണ് എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ പ്രാർത്ഥന. ഞാനത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നവരുടെ മേൽ കർത്താവ് വലിയ കൃപ പകരും. വലിയൊരു ആത്മാവിൻ്റെ മണ്ഡലം നിങ്ങളുടെ മേൽ തുറന്നു വരും. പ്രാർത്ഥനയുടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതായ ആ ഒരു വലിയ മറ കർത്താവ് മാറ്റി നിങ്ങളുടെ മേൽ കർത്താവ് തുറന്നു തരും. മറ മാറ്റി പുതിയ വഴി തുറന്നു തരും. അനുസരിക്കൂ, ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ദൈവസന്നിധിയിൽ എളിമപ്പെടൂ, കൃപയിൽ ശരണപ്പെടൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാ നന്മകളാലും നിങ്ങളെ നിറയ്ക്കട്ടെ, എല്ലാ കൃപകളാലും നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് പ്രെയർ വാരിയേഴ്സ് ടീമുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ. പ്രെയർ ഡെസ്കിൽ പ്രവർത്തിക്കുന്ന ദൈവമക്കളുണ്ട്. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കും. അങ്ങനെ എല്ലാമുള്ള നമ്പറുകൾ താഴെ കാണിക്കുന്നു. നിങ്ങൾ അത് ഉപയോഗിക്കുക. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കും.